ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാബീസ് ടീച്ചർ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ജനറൽ ക്ലാസ് ആണ്. അനുഭവക്കുറിപ്പ് എഴുതാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലെ ഒരു പാഠത്തിൽ നിന്നാണ്. അപ്പോൾ 5ലെ കുട്ടികൾക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നടന്നൊരു സംഭവം തന്നെയാണ്. When I am studying in 4th standard, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയം, 4ലല്ല 2ൽ പഠിക്കുന്ന സമയമാണ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയം, 2ാം ക്ലാസ്സിലാണ്, 2nd സ്റ്റാൻഡേർഡാണ് കേട്ടോ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയം, me and my elder brother go for a walk. ഞാൻ എൻ്റെ കകാരും കൂടെ നടക്കാൻ പോയെന്നല്ല, ഞാൻ പള്ളിയിൽ പോയതായിരുന്നു. ഞാൻ എൻ്റെ കകാരും കൂടെ പള്ളിയിൽ പോയി. അന്ന് ഞാൻ പള്ളിയിൽ പഠിക്കാൻ പോണ സമയമാണ്. ഓക്കെ, അപ്പം അന്ന് ഞാൻ പള്ളിയിലൊക്കെ പഠിക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ എന്താണ്, ഇറ്റ് വാസ് എ റെയിനി ഡേ. ഭയങ്കര മഴ ഉള്ള ഒരു ദിവസമാണ്. കൊടും മഴയായിരുന്നു, കൊടും മഴ. ഓക്കെ, പിന്നീട് എന്താണ്, വി ലവ് ടു വാക്ക് ഇൻ ദ റെയിൻ. നമുക്ക് മഴയത്ത് നടക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് പള്ളിയിൽ പോകണം എന്നുള്ള ആ കാരണം കൊണ്ട് എന്തോ കുട ഉണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മഴയത്ത് നനഞ്ഞ് കുളിച്ച് നനഞ്ഞു. Suddenly we saw a bird's nest on the ground. പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ നോക്കിയപ്പോൾ ഒരു കൊച്ചു കിളിക്കൂട് കണ്ടു. പിന്നീട് എന്താണ്, there are 3 little birdies inside the nest. ഓക്കെ, അതിൻ്റെ അകത്ത് 3 കൊച്ചു കിളിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ the nest is fallen because of heavy wind. ആ നെസ്റ്റ് ഭയങ്കര കാറ്റടിച്ചിട്ടാണ് താഴെ വീണത്. അതുപോലെ തന്നെ we took the nest and ran home. ഞാൻ അന്ന് പള്ളിയിൽ പോയില്ല, അന്ന് പെരുമഴയായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ ഈ കിളിക്കുഞ്ഞ് താഴെ വീണപ്പോഴത്തേന് അതിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ കാര്യം കൂടെ നേരെ വീട്ടിലോട്ട് ഓടി. അത് കഴിഞ്ഞിട്ട് the birds were crying of hunger and cold. ആ കിളിക്കുഞ്ഞുങ്ങള് ഒന്നാമത്തെ കാര്യം തന്റെ അമ്മേനെ കാണാഞ്ഞിട്ട് കരയുക, രണ്ടാമത്തെ കാര്യം അതിന് വിശക്കുന്നുണ്ട്, മൂന്നാമത്തെ കാര്യം അതിന് നല്ല തണുപ്പുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ we covered the birds with warm clothes and gave biscuits to eat. എന്താണ്, നമ്മൾ ഇങ്ങനെ ആ ഒരു കിളിക്കുഞ്ഞിനെ നല്ല ക്ലോത്തൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള വെള്ളമൊക്കെ മൊത്തം തുടച്ച് അതുപോലെ തന്നെ അതിന് മൂടിക്കൊടുത്തു. അതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, നോർമൽ പാർലേജി ബിസ്ക്കറ്റ് ഇല്ലേ, അതിനെ കുറച്ച് വെള്ളത്തിലൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വായിലോട്ട് സിറിഞ്ച് വെച്ചിട്ട്, നീഡിലില്ലാത്ത സിറിഞ്ച് വെച്ചിട്ട് ഫീഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാൻ ആ മഴയത്തൊന്നും നമുക്ക് പറ്റൂലല്ലോ. ഓക്കെ, അതുപോലെ തന്നെ after some time they feel very comfortable in the warm cloth and stops crying. എന്താണ്, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു വാം ക്ലോത്ത് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ചൂട് കിട്ടാൻ തുടങ്ങി. അങ്ങനെ അവർ കരച്ചിൽ നിർത്തി. We take care of the birdies for 2 weeks. നമ്മൾ 2 ആഴ്ച അങ്ങനെ നോക്കിട്ടോ. അത് കഴിഞ്ഞിട്ട് when the birdies are ready to fly, we release them to the beautiful blue sky. അത് ആ കിളികൾ പറക്കാറായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ റിലീസ് ചെയ്തു, അല്ല ആകാശത്തോട്ട് റിലീസ് ചെയ്തു വിട്ടു. There is no words to express our joy. നമുക്ക് നല്ല സന്തോഷമായി, കാരണം ആ കിളിക്കുഞ്ഞ് ചത്തുപോവേണ്ട ആ കിളിക്കുഞ്ഞിനെ നമ്മൾ രക്ഷിച്ചപ്പോൾ നമ്മളൊരു ജീവൻ രക്ഷിച്ചു. നെക്സ്റ്റ്, we felt so happy. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. Always help others, whether it is a human or animal, find happiness in each other's happiness. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓൾവേസ് ഹെൽപ്പ് അതേഴ്സ് വെദർ ഇറ്റ് ഈസ് എ ഹ്യൂമൻ ഓർ ആനിമൽ. എന്താണ്, നമ്മൾ ഒരാളെ, മനുഷ്യനായിക്കോട്ടെ അതൊരു മൃഗമായിക്കോട്ടെ, നമ്മൾ സഹായിക്കാം. ഓക്കെ, നമുക്ക് സഹായിക്കാൻ പറ്റുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ അങ്ങനെ സഹായിക്കാം. ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ അതേഴ്സ് ഹാപ്പിനെസ്. നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക. ഓക്കെ, അങ്ങനെ അവരുടെ അടുത്തോട്ട് പോയി കൊടുത്താലും മതി, അവർ അടിച്ച് വിട്ട്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്താനൊക്കെ പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവർ സന്തോഷിക്കുമ്പോൾ നമ്മളും പിന്നെ തിരിച്ച് സന്തോഷിക്കണോ? ഇതിൻ്റെ കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പം സോ നെക്സ്റ്റ് താങ്ക് യു നോട്ടാണ്. ഇത് 7th കുട്ടികൾക്കും ഇപ്പോഴേ
നിങ്ങൾക്ക് അതില്ല കേട്ടോ. ഏറ്റവും ലാസ്റ്റ് പാർട്ട് 1 ടെക്സ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് അങ്ങാണ്ടെയാണ് നമുക്ക് താങ്ക് യു നോട്ട് ഉള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട്. 7th 5th ഇപ്പം ഞാൻ ഇവിടെയാണ് എഴുതിയിട്ടുള്ളത്. അതായത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു താങ്ക് യു നോട്ട് തയ്യാറാക്കാം. എന്താണ്? മൈ ഡിയർ ഫ്രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, താങ്ക് യു ഫോർ ബീയിങ് എ വണ്ടർഫുൾ ഫ്രണ്ട് ടു മീ. വളരെ നന്ദിയുണ്ട് ഒരു നല്ല കൂട്ടുകാരി ആയതിൽ. അതുപോലെ തന്നെ യു ഹെൽപ്ഡ് മീ ഇൻ സ്റ്റഡിയിങ് മൈ ഇംഗ്ലീഷ് ലെസൺസ്. എൻ്റെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പാഠഭാഗങ്ങൾ പഠിക്കാൻ നീ എന്നെ സഹായിച്ചു. യു ഓൾവേസ് ഹെൽപ്പ് മീ ആൻഡ് ഗീവ് നോട്ട്സ് ടു മീ വെൻ ഐ ആം ആബ്സെൻറ്റ്. ഞാൻ വരാത്ത ദിവസങ്ങളിൽ നീ എനിക്ക് നോട്ടുകളൊക്കെ തന്ന് സഹായിച്ചു. അതുപോലെ തന്നെ എന്താണ്, ഐ ആം സോ താങ്ക്ഫുൾ ഫോർ യുവർ കൈൻഡ്നെസ് ആൻഡ് സപ്പോർട്ട്. ഞാൻ നിൻ്റെ കൈൻഡ്നെസ്, ഞാൻ നിൻ്റെ ദയയും അതുപോലെ തന്നെ നിൻ്റെ സപ്പോർട്ടിനെ വളരെയധികം നന്ദി പറയുന്നു, നിൻ്റെ സപ്പോർട്ടിനോടും. ലവ് യു സോ മച്ച്. എനിക്ക് എന്താണ്, നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ലവ് വിൻലി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതുക, ഒപ്പിടുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു താങ്ക് യു നോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.